2025 അന്തരിച്ച കന്നഡ നോവലിസ്റ്റ് എസ്.എൽ. ഭൈരപ്പ. 2025 അന്തരിച്ച ഇതിഹാസ ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ ഹരോൾഡ് ഡിക്കി ബേർഡ്. രാജ്ഭവന്റെ പുതിയ മാസിക രാജഹംസം. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം ലഭിച്ചത് ശ്വേതാ മോഹന്. എം.എസ്. സുബ്ബലക്ഷ്മി അവാർഡ് ലഭിച്ചത് കെ.ജെ. യേശുദാസിന്. കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ സംയുക്ത അഭ്യാസത്തിന്റെ പേര് കോൾഡ് സ്റ്റാർട്ട്. നികുതി വെട്ടിപ്പും നിയമവിരുദ്ധ വാഹന ഇറക്കുമതിയും ഉൾപ്പെടുന്ന റാക്കറ്റിനെ ലക്ഷ്യം വെച്ചുള്ള കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംഗോർ. മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന കൃതി രചിച്ചത് ഡോക്ടർ ആശ കെ. പൊതുജനങ്ങൾക്ക് ജില്ലാ പോലീസ് മേധാവിമാരോട് വീഡിയോ കോളിലൂടെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ദൃഷ്ടി. ബുക്കർ സമ്മാനത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട കൃതി ദി ലോൺലൈനസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. എഴുതിയത് കിരൺ ദേശായി. കേരളത്തിലെ ആദ്യത്തെ സിനിമ ടൂറിസം പദ്ധതിയാണ് കിരീടം പാലം. തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബാലൻഡി ഓർ പുരസ്കാരം ലഭിച്ചത് ഒസ്മാൻ ഡെംബലെ, ഫ്രഞ്ച് കളിക്കാരനാണ്. വനിതകൾക്കുള്ള ബാലൻഡി ഓർ പുരസ്കാരം നേടിയത് ഐറ്റാന ബോൺമതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ മുംബൈ. കേരള മീഡിയ അക്കാദമിയുടെ 2024-25 ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡ് നേടിയത് രാജ്ദീപ് സർദേശായി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഗ്യാസ് നൽകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് ഉജ്ജ്വല യോജന. 2025 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തിന്റെ പ്രമേയം ഒറ്റയ്ക്കല്ല, ഒപ്പം യാത്ര തുടരാം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ. മികച്ച നടൻ ഷാറുഖ് ഖാൻ, ചിത്രം 12th ഫെയിൽ. മികച്ച നടി റാണി മുഖർജി, ചിത്രം മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. മലയാളത്തിലെ മികച്ച ചിത്രം ഉള്ളൊഴുക്ക്. അതിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത് ഉർവശിക്ക്. മികച്ച സഹനടൻ വിജയരാഘവൻ, ചിത്രം പൂക്കാലം. മികച്ച മലയാള ചിത്രം സംവിധാനം ചെയ്തത് ക്രിസ്റ്റോ ടോമി. സമ്പൂർണ്ണ ISO സർട്ടിഫിക്കേഷൻ നേടുന്ന ആദ്യ ജില്ലാതല കുടുംബശ്രീ യൂണിറ്റ് കൊല്ലം. വയനാട്ടിലെ വെങ്ങാപ്പള്ളി CDSനാണ് സംസ്ഥാനത്ത് ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. സംസ്ഥാനത്ത് ISO അംഗീകാരം നേടിയ ആദ്യത്തെ നഗരസഭ CDS ആണ് പരവൂർ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് മിഥുൻ മൻഹാസ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് മോഹൻലാൽ. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് മോഹൻലാലിന് പുരസ്കാരം ലഭിച്ചത്. തായ്വാൻ, ഹോങ്കോങ്, ഫിലിപ്പീൻസ്, ദക്ഷിണ ചൈന എന്നിവിടങ്ങളിൽ വീശിയ കൊടുങ്കാറ്റ് സൂപ്പർ ടൈഫൂൺ റാഗസ. വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്